കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ചക്കരക്കല്ലിലെ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി നിക്ഷേപകർ. നിക്ഷേപകരുടെ പണം ധൂർത്തടിച്ച ഭരണസമിതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സൊസൈറ്റി പ്രസിഡന്റായ KPCC അംഗം മുഹമ്മദ് ഫൈസലിന്റെയും സെക്രട്ടറിയുടെയും വീടുകളിലേക്ക് മാർച്ച് നടത്തും. നിക്ഷേപകരുടെ പണത്തെ സംബന്ധിച്ച് സൊസൈറ്റി ഭാരവാഹികൾ നൽകിയ ഉറപ്പിൽ വ്യക്തതയില്ലാതെ വന്നതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കാൻ ഇവർ തീരുമാനിച്ചത്. നിക്ഷേപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അപമാനിക്കുന്ന നിലപാടാണ് സൊസൈറ്റി പ്രസിഡന്റായ KPCC അംഗം മുഹമ്മദ് ഫൈസലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് നിക്ഷേപകർ പറയുന്നു. നമ്മളിവിടെ ചെറിയൊരു കച്ചവടം ചെയ്യിച്ചാണ് ഈ പൈസ കൊടുക്കുന്നത്. ആ പൈസയായി ഇവർ മുക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ മിഞ്ഞാന്ന് വന്ന് ചോദിച്ചാൽ അവരെന്നാ പറഞ്ഞതെന്നറിയാം, ചെക്ക് തരാൻ പറഞ്ഞു. നമുക്ക് അവർ പറഞ്ഞ ലോട്ടറി ടിക്കറ്റ് എല്ലാം പറിച്ച് കൊടുക്കുക എന്നാണ് ഫൈസൽ മാഷ് പറഞ്ഞിട്ടുള്ളത്. അത് ഏറ്റവും നമ്മൾ കടലാസല്ലല്ലോ പറിച്ചു കൊടുത്തിന്, അവർക്ക് പൈസ തന്നെയല്ലോ കൊടുത്തിന്. അപ്പോൾ ആ പൈസ നമുക്ക് കിട്ടിയാലേ നമ്മൾ പോകും. നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത് സൊസൈറ്റി ഭാരവാഹികൾ പലയിടത്തും സ്വത്ത് വാങ്ങിക്കൂട്ടുകയായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. ഇവിടെ പാവപ്പെട്ട ആൾക്കാരുടെ മുഴുവൻ തുകയും ഈ അറ്റൻഡറും വ്യാജ അറ്റൻഡറും സെക്രട്ടറിയും പ്രസിഡന്റും കൂടി ഇവിടുന്ന് കൊള്ളയടിച്ചിട്ട് ഇവിടുത്തെ ലോക്കറിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സൊസൈറ്റി ഭാരവാഹികളുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. അടുത്ത സമരം എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മുടെ പ്രസിഡന്റിന്റെ വീട് പടിക്കലേക്ക് ഒരു സത്യാഗ്രഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ സെക്രട്ടറിയുടെയും അതുപോലെ ഡയറക്ടർ ബോർഡ് ആരൊക്കെയാണുള്ള എല്ലാവരും വീട്ടിലേക്ക് പോയി നമ്മൾ അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. പണം തിരിച്ചു കിട്ടും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും അതിലും ഫലമുണ്ടായില്ലെങ്കിൽ നിയമപരമായി നീങ്ങാനുമാണ് നിക്ഷേപകരുടെ തീരുമാനം. ജനം, കണ്ണൂർ.